എല്ലാവർക്കും ഫോക്കസ് സ്റ്റാർ PSCയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഒരു എക്സാം അറ്റൻഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ എക്സാം അറ്റൻഡ് ചെയ്തിട്ട് നെഗറ്റീവ് അടിച്ചിരിക്കുന്ന ആൾക്കാരോട് എനിക്ക് പറയാനുള്ള കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് കേൾക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു എക്സാം നമുക്ക് നന്നായിട്ട് എഴുതാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് PSC അവസാനിപ്പിക്കേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ പഠനം നിർത്തേണ്ട കാര്യമില്ല. ഡിസംബർ 23 ഓഫീസ് അസിസ്റ്റന്റിന്റെ എക്സാം ഉണ്ട്. അതിൽ ഏകദേശം 25,000-ഓളം പേരാണ് എക്സാം അറ്റൻഡ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ അതെന്ന് പറയുന്നത് അതിന്റെ സിലബസ്, ഓഫീസ് അസിസ്റ്റന്റിന്റെ സിലബസ് ഇന്ന് നടന്ന ആ എക്സാമിന്റെ അതേ സിലബസ് ആണ് വരുന്നത്. അപ്പൊ ഇന്ന് നിങ്ങൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് എത്രത്തോളം എഫേർട്ട് ഇട്ടോ അതിന്റെ ഇരട്ടി നിങ്ങൾക്ക് ആവുന്നതിലും മാക്സിമം എഫേർട്ട് ഇടുക. അതുപോലെ തന്നെ റിവിഷൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാം. അതുപോലെ തന്നെ പഠനം ഒരു ദിവസം പോലും ഉപേക്ഷിക്കാതിരിക്കുക. ഇപ്പം നിങ്ങൾക്ക് അത് കിട്ടിയില്ല എന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യുക, ഇനി അടുത്ത പ്രാവശ്യം എൻ്റെ കയ്യിൽ നിന്ന് ഈ എക്സാം പോവില്ല എന്ന് വിശ്വസിച്ചിട്ട് ആത്മാർത്ഥമായിട്ട് നിങ്ങൾ പഠിക്കാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഡിസംബർ 23 നടക്കാൻ പോകുന്ന ആ എക്സാമിന് നല്ല മാർക്ക് കിട്ടുകയും ചെയ്യും. നല്ലൊരു റാങ്ക് നിങ്ങൾക്ക് കരസ്ഥമാക്കാനും കഴിയും. ഓക്കെ, അത് നെഗറ്റീവ് അടിച്ചിരിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ വെച്ചാൽ നമ്മൾ വിചാരിക്കുന്ന ആ ഒരു മാർക്ക് കിട്ടാനോ അല്ലെങ്കിൽ പെർഫോം ചെയ്യാനോ ചിലപ്പോൾ പറ്റിയിട്ടുണ്ടാവില്ല. കുറച്ചധികം നെഗറ്റീവ്സ് വന്നിട്ടുണ്ടാവും. ഇല്ലെങ്കിൽ നിങ്ങൾ വിചാരിച്ചതുപോലെ ആയിരിക്കില്ല ക്വസ്റ്റ്യൻസ് വന്നിട്ടുണ്ടാവുക. ക്വസ്റ്റ്യൻ വായിച്ചപ്പോൾ ചിലപ്പോൾ മനസ്സിലാവുന്നുണ്ടാവില്ലായിരിക്കും. അല്ലെങ്കിൽ ഓപ്ഷൻസ് കാണുമ്പോൾ കൺഫ്യൂഷനായി പോയിട്ടുണ്ടാവും. നിങ്ങൾ ഉറപ്പിച്ചിട്ട് അതുതന്നെയാണ് ആൻസർ എന്ന് പറഞ്ഞ് മാർക്ക് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് മാറിപ്പോയിട്ടുണ്ടാവും. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് നടന്ന എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ കീ വരുമ്പോൾ നന്നായിട്ട് ഒന്ന് നോക്കിയതിന് ശേഷം എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ക്വസ്റ്റ്യൻ പേപ്പർ വെച്ചിട്ട് ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ വരുന്ന ഭാഗങ്ങൾ പരമാവധി റിവൈസ് ചെയ്ത് പോകാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ആ ഒരു ഭാഗങ്ങൾ, അതായത് വന്നിട്ടുള്ള ടോപ്പിക്കുകളും റിലേറ്റഡ് ഫാക്ട്സും നന്നായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഇനിയുള്ള ദിവസങ്ങളിൽ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് നന്നായിട്ട് വർക്കൗട്ട് ചെയ്യാം. പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വർക്കൗട്ട് ചെയ്യാൻ മീൻസ് അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വെറുതെ ആൻസർ ചെയ്ത് പോവുകയല്ല വേണ്ടത്. അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പോയിന്റ്സ് കൂടുതൽ കൂട്ടി എടുക്കുക. ഓരോ ക്വസ്റ്റ്യൻ്റെയും ഒപ്പം കൂട്ടി ചേർത്ത് എടുക്കുക. ഓക്കെ, അങ്ങനെ പഠിച്ചാൽ മാത്രമേ നമുക്ക് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ എക്സാം എഴുതിയപ്പോൾ തന്നെ PSCൻ്റെ പാറ്റേൺ എങ്ങനെയൊക്കെ മാറുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ ആ ഒരു പണ്ടത്തെ പഠനരീതി എന്തായാലും കണ്ടിന്യൂ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതാദ്യം മനസ്സിലാക്കുക. ഓക്കെ, നിങ്ങൾ പഠനരീതി ഇതിന് എക്സാമിന് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് മാറ്റാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ടോപ്പിക്കുകൾ പഠിക്കുമ്പോൾ മുഴുവനായിട്ട് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. അങ്ങനെ വരുമ്പോൾ നമുക്ക് സ്റ്റേറ്റ്മെൻറ്റ് ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാലും തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ അറ്റൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അതുപോലെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ടോപ്പിക്കുകൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും. ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അനലൈസ് ചെയ്യുമ്പോൾ അത് ഡീപ്പായിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. പിന്നെ അതുപോലെ GK മാക്സിമം റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന ആ ഒരു ഏരിയാസ് കവർ ചെയ്ത് പഠിക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, അതുപോലെ നിങ്ങൾക്ക് മാക്സിമം കറണ്ട് അഫെയർസ് പഠിക്കാൻ പറ്റുവാണെങ്കിൽ തീർച്ചയായിട്ടും അതും പഠിക്കാം. പിന്നെന്ന് പറഞ്ഞാൽ ഇന്നത്തെ എക്സാമിന് ആകെ ഒരു ക്വസ്റ്റ്യൻ മാത്രമേ കറണ്ട് അഫെയർസിന് വന്നിട്ടുള്ളൂ. ബാക്കിയുള്ളതൊക്കെ GK ആണ്. GK എന്ന് പറയുമ്പോൾ സ്ട്രാറ്റജിക്ക് മാറാത്ത ടൈപ്പ് GK ആണ് വന്നിട്ടുള്ളത്. ഓക്കെ, പിന്നെന്ന് പറഞ്ഞാൽ കമ്പ്യൂട്ടർ വേർഡ് പ്രോസസ്സിങ്ങും പിന്നെ ടൈപ്പ് റൈറ്റിങ്ങും നമ്മൾ വിചാരിച്ച പോലെയുള്ള ക്വസ്റ്റ്യൻസ് അല്ല. ക്വസ്റ്റ്യൻസ് വായിച്ച് നോക്കുമ്പോൾ അറ്റൻഡ് ചെയ്യുമ്പോൾ എളുപ്പമാണെങ്കിലും നമ്മൾ ആൻസർ നോക്കുമ്പോൾ അത് തെറ്റായിട്ട് വരുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരുന്നത്. ഓക്കെ, അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുകൊണ്ട് അവിടെ തെറ്റ് വന്നു എന്നുള്ളത് നന്നായിട്ട് നോക്കിയിട്ട് എന്തുകൊണ്ട് തെറ്റി അല്ലെങ്കിൽ എന്താണ് തെറ്റാൻ കാരണം, ഇനി അത് തെറ്റിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക. ഓക്കെ, എല്ലാവർക്കും നല്ലൊരു എക്സാം ആശംസിക്കുകയാണ്. ഒരിക്കലും നിങ്ങൾ ഇന്നത്തെ എക്സാം എഴുതാൻ പറ്റിയില്ല അല്ലെങ്കിൽ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റിയില്ല എന്ന് വിചാരിച്ചിട്ട് തളർന്നിരിക്കരുത്. അത് മാത്രമേ എനിക്ക് പറയാനുള്ളൂ. ഒരിക്കലും നമ്മളിപ്പോൾ ഒരു എക്സാം എഴുതിയിട്ട് തളർന്നിരുന്നു കഴിഞ്ഞാൽ ഒരു റാങ്ക് ഹോൾഡർ ആവാനോ അല്ലെങ്കിൽ ഒരു ജോലി കയറാനോ ഒന്നും കഴിയില്ല. ഓക്കെ, അതാദ്യം മനസ്സിലാക്കുക. എല്ലാവരും, അതായത് ഈ ജോലി കയറിയിട്ടുള്ളവരായിക്കോട്ടെ റാങ്ക് ഹോൾഡേഴ്സ് ആയിക്കോട്ടെ, എല്ലാവരും കടന്നു പോകുന്ന ആ ഒരു സെയിം സിറ്റുവേഷനിലൂടെയാണ് നിങ്ങളും കടന്നു പോകുന്നത് മാത്രം. ഓക്കെ, എന്തുകൊണ്ടാണ് ഇപ്പോൾ ക്വസ്റ്റ്യൻസ് മാറുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും പഠിക്കുന്ന ആൾക്കാരാണ്, പഠിക്കാതെ എക്സാം എഴുതുന്നവർ കുറവാണ്. അതുകൊണ്ടാണ് ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ കൂടി വരുന്നത്. ഓക്കെ, ടോപ്പിക്ക് മാറുന്നില്ല, ക്വസ്റ്റ്യൻസിൻ്റെ ലെവൽ മാത്രമേ മാറുന്നുള്ളൂ. അത് നിങ്ങൾ ആദ്യം മനസ്സിലാക്കുക. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.